ഇടുക്കി കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ച് മരിച്ച സംഭവം നടന്ന് 1 വർഷം പിന്നിടുമ്പോഴും ദുരൂഹത നീക്കിയിട്ടില്ലെന്ന് ആരോപിച്ച് ഇന്ന് ജനകീയ സമിതി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ റാലി നടത്തും. സംഭവം നടന്ന് നാളുകൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്നും ജനകീയ സമിതി ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം മെയ് 9-നായിരുന്നു കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം മരിച്ച ശുഭയുടെ ബന്ധുക്കളടക്കം ജനകീയ സമിതിയും ആദ്യഘട്ടം മുതൽ മുമ്പോട്ട് വെച്ചിരുന്നു. എന്നാൽ സംഭവം നടന്ന് 1 വർഷം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് സംഭവത്തിന്റെ ദുരൂഹത അഴിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ഇന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ റാലി നടത്തുന്നത്. ഒരു മുൻവിധിയോടെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കരളിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഈ മരണം നടന്നതെന്നുള്ള, അല്ലെങ്കിൽ തീപിടിച്ചത് ആ ഒരു രീതിയിലാണെന്നുള്ള രീതിയിലായിരുന്നു ആദ്യം മുതലേ തന്നെ. അവിടെ വന്ന സമയത്ത് പോലീസുകാരുൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ വന്ന് നിന്ന് മുതൽ ആ ഒരു മുൻവിധിയോടെയാണ് ഈ കേസ് അന്വേഷണം നടത്തിക്കൊണ്ടുപോകുന്നത്. കാരണം ഇവരെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവരെ വകവരുത്തിയതിനു ശേഷം ആ വീടും പരിസരം മൊത്തം ഇന്ധനങ്ങൾ ഒഴിച്ച് കത്തിച്ചതാണെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ടാണ് ആക്ഷൻ നോട്ട്സ് രൂപീകരിച്ചതും ഈ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതും. കേസിന്റെ തുടരന്വേഷണം മുമ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. കേസ് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുമ്പ് ജനകീയ സമിതി ഹർത്താലടക്കം നടത്തിയിട്ടുണ്ട്. 4 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായതെങ്ങനെ, ഒരു മൃതദേഹം ഒഴികെ മറ്റു മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം സംഭവത്തിൽ മറ്റ് ചില ദുരൂഹതകളുള്ളതായും ജനകീയ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിലൊക്കെയും വസ്തുതാപരമായ അന്വേഷണം വേണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.